നടക്കൂല. എന്റെ അടുത്ത് കളി വേണ്ട. ആ എന്റെ കമ്പനിയില് ഒന്നും ചെയ്യാതെ നടക്കുന്ന ഒരുത്തൻ, അവനെ ഞാൻ പിരിച്ചുവിട്ടു. ഇല്ല, റെക്കമെൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഞാൻ സമ്മതിക്കൂല. അവനെ പിരിച്ചുവിട്ടതാണ്, ഒന്നും പറയണ്ട കേട്ടോ. കുറെ നേരം ആയല്ലോ ഫോണിൽ, എന്താണ് പ്രശ്നം? എടി, നമ്മുടെ കമ്പനിയില് എല്ലാ തൊഴിലാളികളെയും കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് സമരം ചെയ്യണ ഒരുത്തനുണ്ട്. അവനെ ഞാൻ പുറത്താക്കി. ആണോ? ആ, അപ്പൊ പിരിച്ചുവിട്ടു. ഓ, അപ്പൊ അവന് വേണ്ടിട്ട് റെക്കമെൻഡേഷനായിട്ട് കുറെ പേര് വിളിച്ചോണ്ടിരിക്കുക. എന്താണേലും സിന്ദാബാദ്. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. അല്ല, സോറി, ഞാൻ പിരിച്ചുവിട്ടപ്പോ ഒരേയാണ് സമരമായിട്ട്. ഓ, ഞാൻ ഒരു താളത്തിനറിയാതെ പറഞ്ഞു. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, ഞങ്ങളുടെ നേതാവിനെ തിരിച്ചെടുക്കുക. ആരാ നിങ്ങളുടെ നേതാവ്? ഞാനാ ഞങ്ങളുടെ നേതാവ്, ഞാനാ ഞങ്ങളുടെ നേതാവ്. ലക്ഷം ലക്ഷം പിന്നാലെ, പിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക. എവിടെ? ഏതോ ലക്ഷം പിന്നാലെ ഉണ്ട്. എടാ ഇറക്കാ, നീ സമരം നടത്താൻ പോവാണ്? അതെ. എടാ, സമരം നടത്തുമ്പോ അതിനൊക്കെ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തണ്ട. നീ എവിടത്തെ നേതാവാടാ? ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ ആരും ഞാൻ ഒരു ഒറ്റയാൾ പോരാട്ടം ഞാൻ നടത്തും. എന്റെ ജോലി ഞാൻ തിരിച്ചു മേടിച്ചിരിക്കും. അത് മേടിക്കണ്ട, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഉദ്ഘാടനം നടത്തി തരാം. എന്ത് പണിയാ മിച്ചി? എന്റെ കമ്പനിക്കെതിരെ, നമ്മുടെ വീടിനെതിരെ, നമ്മുടെ ഫ്ലോറിനെതിരെയൊക്കെയുള്ള സമരമാണ് നടത്തുന്നത്. ഈ സമരത്തിന്റെ കൂടെ ഞാനും ഉണ്ടടാ. എന്റെ അമ്മച്ചി, നമ്മുടെ വീടിനെതിരെ, നമ്മുടെ കമ്പനിക്കെതിരെയും എനിക്കെതിരെ നടത്തുന്ന സമരമാണിത്. ഇവളെ എനിക്കെതിരല്ലേ? അതെ അതെ അമ്മച്ചി, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കുക. ഞാൻ എന്റെ തൊഴിൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയത്. എനിക്ക് സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തരാൻ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ കാര്യങ്ങൾ തുടങ്ങാം. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ യാതൊരു കാരണവുമില്ലാതെ പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് ഇന്ന് ഞാൻ ശ്രീമാൻ ബേബി മുതലാളിയുടെ വീടിനകത്ത് നടത്തുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖയും സീനിയർ സിറ്റിസണുമായിട്ടുള്ള, സർവോപരി ബേബി ചായന്റെ അമ്മയുമായിട്ടുള്ള ജോളി ചേച്ചിയാണ്. ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അന്നൊരു ദിവസം വെള്ളിയാഴ്ചയായിരുന്നു. പതിവിലും നേരത്തെ മധു അന്ന് ഫാക്ടറിയിലെത്തിയവരോ മധുവിനെ അന്വേഷിച്ചു. മധുവിനെ അവരെവിടെങ്കിലും കണ്ടെത്തിയില്ല. മധുവിനെ അന്വേഷിച്ചില്ല. കാട്ടിലേക്കും ചിലർ നാട്ടിലേക്കും പോയി. കാട്ടിലേക്ക് പോയവരോ മധുവിനെ കണ്ടെത്തി. മധു ഒരു കാളിപ്പരയുടെ മുകളിൽ കയറിയിരിക്കുകയായിരുന്നു. വന്നവർ മധുവിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കാളിപ്പരയുടെ മുകളിൽ കയറിയിരിക്കുന്നത്? അപ്പോൾ മധു ഇങ്ങനെ പ്രതിവചിച്ചു, മക്കളെ, ഞാൻ ആകാശത്തിനും ഭൂമിക്കിനും മധ്യേ കളിലെ പ്രാണികൾക്ക് അന്ത്യകൂദാശ കൊടുക്കുകയാണ്. കൂട്ടുകാരന്റെ മർദ്ദനമേറ്റ് പാളയിലേക്ക് വീഴുന്നാളെ നീ വാഴ്ത്തപ്പെട്ടതാകുന്നു ഈ സമരം. അമ്മച്ചേ, ഇത് ഉദ്ഘാടനം ചെയ്യുന്നതാണോ വെഞ്ചിരിപ്പ് നടത്തണോ എനിക്ക് അറിയാൻ ചോദിക്കാണ്. എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് സമരം ചെയ്യാൻ നേരത്ത് അമ്മച്ചിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. എന്നിട്ട് മോശക്കേട് എനിക്കല്ലേ? ഈ സമരം ഞാൻ ഉദ്ഘാടനം ചെയ്യാം. പിന്നല്ലാതെ. പ്രിയമുള്ളവരെ, എനിക്ക് വേണ്ടി ഞാൻ ബേബി മുതലാളിക്കെതിരെ നടത്തുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ബേബി മുതലാളിക്ക് എന്റെയും എന്റെ സംഘടനയുടെയും പേരിൽ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബേബി മുതലാളിയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്കും എന്റെ കമ്പനിക്കെതിരെയും നടത്തുന്ന ഈ നിരാഹാര സമരം, അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം എന്റെ വീടിന്റെ മുറ്റത്ത് നടക്കുന്ന കന്നി നിരാഹാര സമരമാണ് ഇത്. കന്നി നിരാഹാരമാണിത്. അത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സ്നേഹപൂർവ്വം ഒരു 100 ദിവസമെങ്കിലും ഈ നിരാഹാരം നീണ്ടു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ബേബി ചായനൊരു ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ എന്നോട്? എന്റെ വീട് ഈ കൊച്ചിനോട് ഇത്രയെങ്കിലും സ്നേഹമുണ്ടോ? നമ്മുടെ വീട്ടിൽ ഇത്രയും വലിയൊരു പരിപാടി നടന്നിട്ട് അതിൽ പിന്നെ ഞാൻ പങ്കെടുക്കണ്ടേ? എന്റെ ആശംസ ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ബുദ്ധിമുട്ടില്ല. പ്രിയമുള്ളവരെ, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം നടത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ സമരത്തിന് ഒരു ആശംസ നേരുന്നതിന് വേണ്ടി ഞാൻ ആർക്കെതിരെയാണോ സമരം നടത്തുന്നത് ആ ബേബി മുതലാളിയുടെ പ്രിയതമ ഈ സമരത്തിന് ഒരു ആശംസ നേരുന്നു എന്നുള്ളത് വളരെ അഭിമാനമുള്ള കാര്യമാണ്. ആശംസ നേരുന്നതിന് വേണ്ടി മേഡത്തെ സ്വാഗതം ചെയ്യും. മാന്യമഹാജനങ്ങൾക്ക് നമസ്കാരം. ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു പരിപാടി നടക്കുന്നത്. 100 ദിവസം തികയ്ക്കാൻ പോകുന്ന നിരാഹാര സമരത്തിന് എന്റെയും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഈ
സമരം ഒന്ന് പോയാ മതി. ഈ സമരം വളരെ വിജയകരമായി 101 ദിവസം അവസാനിപ്പിക്കണമെന്നും ആശംസിക്കുന്നു. താങ്ക് യു. അപ്പോ ഏതായാലും ഈ സമര പരിപാടിക്ക് ഒരു കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള അതിഥി രവിയെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ യോഗത്തിന്റെ കൃതജ്ഞതാ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്ന എന്നെയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിരാഹാര സമരത്തിന് മുതലാളിയും തൊഴിലാളിയും തമ്മിൽ തർക്കത്തിൽ തന്നെ അവർ ഒരുമിച്ച് ഒരു ഉദ്ഘാടന യോഗത്തിന് ഇവിടെ ഒരു കൃതജ്ഞത പറയാനായിട്ട് എന്നെ ഏൽപ്പിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവർക്കും ഇവിടെ വന്ന കൂടിച്ചേർന്ന എല്ലാവർക്കും എന്റെ കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. നന്ദി. ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുന്നതിന് വേണ്ടി അമൃതയെ ക്ഷണിക്കുകയാണ്. ഒറ്റ വാക്കിൽ നന്ദി. ഈ ഒരു നിരാഹാര സമരം വൻ ഹിറ്റിലേക്ക് 5-6 വാക്കായല്ലോ. ഇതിപ്പോ കൊറേ ആയല്ലോ. നന്ദി നമസ്കാരം മാത്രം മതി. അത് 2 വാക്കായി. നന്ദി നമസ്കാരം. 2 വാക്കായി. വെറും നന്ദി നന്ദി മതി. നന്ദി. ഞങ്ങളുടെ നേതാവിനെ തിരിച്ചെടുക്കുക. ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് ആ മാനേജർ ചക്രവാണിയാണ്. അവനിങ്ങോട്ട് വന്നിട്ടെ, വരട്ടെ, ശരിയായി കൊടുക്കാൻ. നിരാഹാര സമരം. നേതാവിനോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. തിന്നണ കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണേലും പറഞ്ഞോ, ഞാൻ നിരാഹാരത്തില്ല. അതല്ല നേതാവേ, ഈ ആര്യമ്മേടത്തിനെ നോക്കാൻ വേണ്ടിട്ടാണ് എന്നെ ഇവിടെ നിർത്തിയേക്കണത്. ഞാൻ നോക്കണോ? വേണ്ട, എനിക്ക് കൃത്യമായിട്ട് ശമ്പളം തന്നില്ല, അതിലൊന്നും ഇടപെടണം. ആദ്യമായിട്ടാണ് ഒരു തൊഴിലാളി നേതാവിന്റെ അടുത്ത് ഒരു തൊഴിലാളി വന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. തിരിച്ചുവിട്ടവരെ തിരിച്ചെടുക്കുക, മാന്യമായി ശമ്പളം കൊടുക്കുക. ബേബി മുതലാളി മൂരാച്ചി, നിന്നെ പിന്നെ കണ്ടോളോ, നിന്നെ പിന്നെ കണ്ടോളോ. ഇഞ്ചക്ഷൻ വെച്ച് കളിക്കൂല, പഞ്ഞി വെച്ച് തുടയ്ക്കൂല, ആപ്പിള് ഞാൻ കൊടുക്കൂല, ചക്രവാണി ഇവിടെ നടക്കുന്നില്ല, അറിഞ്ഞോ? കൊടുക്കൂല, ഞാൻ കൊടുക്കൂല, ഗർഭിണിയെ ഞാൻ നോക്കൂല, ഞാൻ ഈ സമരം വിളിക്കാൻ വേണ്ടി പോയതല്ലേ? നീ ഇവിടെയല്ലേ സമരം നടക്കണത്? അല്ലെന്ന് ഞാനും കൂടി ഇവിടെ വന്നു ഇവിടെ ജനക്കൂട്ടമായി പോവില്ലേ? അപ്പൊ സമരം വിജയിക്കും, അതല്ലേ ഞാൻ പോയത്. പറയണ്ട, താൻ തന്റെ ഭാര്യയുമായിട്ട് ടൂറ് കറങ്ങി നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. അല്ലല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരാഴ്ചയായിട്ട് സമരമാണ്. വീട്ടിലുള്ള തള്ളക്കും പിള്ളേർക്കും എല്ലാവരും കൂടി കുണു മണാലി പോണോന്ന്. അവസാനം ഞാൻ മണാലിയാന്നും പറഞ്ഞ് കണ്ണമാലി കൊണ്ട് ഒരു കറക്കം കറക്കി വീട്ടിൽ കൊണ്ടാക്കി. അതെ, ഇവിടുത്തെ പ്രശ്നത്തിനൊക്കെ കാരണക്കാരൻ താനാണ്. എന്തായാലും അവരെ പിരിച്ചുവിട്ടു. ഇവരെ കൂടെ അവിടെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടു. പിന്നെ കണ്ടോളോ. ചക്രവാണിയെ പിരിച്ചു വിട്ട, മധുസൂദനെ പിരിച്ചു വിട്ട, നഴ്സ് പെണ്ണിനെ പിരിച്ചു വിട്ട, നിങ്ങൾ എങ്ങനെ ജീവിക്കും, നിങ്ങൾ എങ്ങനെ ഉണ്ണിടും, നിരാഹാര സമരം സിന്ദാബാദ്, അമ്മ ഐക്യദാർഢ്യം സിന്ദാബാദ്. അതെ, നമ്മളിവിടെ ഇങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു പ്രതിഷേധ പ്രകടനം ഈ വീടിന് ചുറ്റും നടത്തിയിട്ട് സെക്രട്ടേറിയറ്റ് വളയണ പോലെ വീട് മൊത്തം വളയാം. ജനസ്ഥലത്തെ മുഴുവൻ ബേബി മോളുടെ വീട് വളയാം. നിരാഹാര സമരം സിന്ദാബാദ്, ബേബി മുതലാളി മൂരാച്ചി, നിന്നെ പിന്നെ കണ്ടോളോ, നിങ്ങളെ പിന്നെ കണ്ടോളോ.